ലൈബ വെഡിങ് സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് ഇവിടെ ആർക്കും അറിയാത്ത. നിങ്ങളുടെ ലൈബയോ? നമ്മുടെ ലൈബ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സംസ്ഥാന ബജറ്റിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 30 കോടി 70 ലക്ഷം രൂപ വകയിരുത്തി. നിലവിൽ ഭരണാനുമതിയായ 140 കോടി 43 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് പുതുതായി 30 കോടി 70 ലക്ഷം രൂപ നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയത്. മണ്ഡലത്തിന്റെയും താലൂക്കിന്റെയും ആസ്ഥാനവും മണ്ഡലത്തിലെ ഏക നഗരസഭയും നിലമ്പൂരാണെങ്കിലും ജില്ലയിൽ ബൈപ്പാസ് അല്ലാത്ത ഏക നഗരസഭയും നിലമ്പൂരാണ്. ജില്ലയിൽ നിന്ന് സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും നിലമ്പൂർ വഴിയാണ്. കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിലെ ഏറെ തിരക്കേറിയ നിലമ്പൂർ ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ടൌണിന് സമീപം ബൈപ്പാസ് നിർമ്മിക്കാൻ 30 വർഷം മുമ്പ് നടപടികൾ തുടങ്ങിയതാണ്. OCK ഓഡിറ്റോറിയം മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്ററാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 7 വർഷം മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും ആദ്യ റീച്ച് തന്നെ പൂർത്തിയായിട്ടില്ല. 6 കിലോമീറ്റർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനായി 10.66 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. 151 ഭൂവുടമകളെ പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ ബാധിക്കപ്പെടുന്നുണ്ട്. ഇവരിൽ 77 പേർക്ക് പാർപ്പിട ഭൂമിയാണ് ബാധിക്കപ്പെടുന്നത്. 2.4 കിലോമീറ്റർ ഭൂമി ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ഭാഗങ്ങളിലെ റോഡ് ഫോർമേഷൻ പൂർത്തിയായിട്ടുണ്ട്. ആദ്യ റീച്ചിൽ ഉൾപ്പെട്ട OCK ഓഡിറ്റോറിയം മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള മുഴുവൻ ഭൂവുടമകൾക്കും രണ്ടാം റീച്ചിലെ 10ഓളം ഭൂവുടമകൾക്കും നഷ്ടപരിഹാരം നൽകുകയും ആദ്യ റീച്ചിൽ ഭൂമി ഏറ്റെടുക്കുകയും മണ്ണിട്ട് നികത്തി ഇരുഭാഗവും കെട്ടി മണ്ണ് റോഡാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാനും റോഡ് പണി പൂർത്തിയാക്കാനും പൊതുമരാമത്ത് വകുപ്പിന്റെ 140 കോടി 43 ലക്ഷം രൂപയുടെ പുതുക്കിയ സമഗ്ര ഭരണാനുമതിയായിട്ടുണ്ട്. 30 കോടി 70 ലക്ഷം രൂപ വകയിരുത്തിയതോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants, #1 Indian baby diaper brand.